ഇത് വീടോ അതോ ചിത്രശാലയോ? ചുമരുകളിലും റൂമുകളിലും തുടങ്ങി വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വിവിധയിനം പെയിൻറ്റിങ്ങുകൾ നിറഞ്ഞിരിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ഹോട്ട്വെൽ ഹൗസിനെയും അതുപോലെ വാൻ ഗോഗിൻ്റെ യെല്ലോ ഹൗസിനെയും അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കാഴ്ചകളെന്ന് വേണമെങ്കിൽ പറയാം. യേശുക്രിസ്തുവും വിഷ്ണുവും ശ്രീബുദ്ധനുമെല്ലാം പ്രമേയമായ ജീവിതഗന്ധിയായ അർത്ഥസമ്പുഷ്ടമായ ചിത്രങ്ങൾ. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയുടെ വീടാണിത് എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ ട്വിസ്റ്റ്. ആസിയാൻ കൂട്ടായ്മയ്ക്കുള്ള ഇന്ത്യൻ സ്ഥാനപതി ജയന്ത് കോബ്രഗോഡെ IFSന്റെ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിലെ ഈ വീട്ടിലെത്തിയാൽ പെയിന്റിംഗ് എക്സിബിഷൻ തന്നെ നമുക്ക് ആസ്വദിക്കാം. ചിത്രരചന ജയന്തിന് വെറുമൊരു പാഷനോ നിരമ്പൊക്കോയല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിവിധ പ്രമേയങ്ങളിലുള്ള നിരവധി പെയിന്റിങ്ങുകൾ വരയ്ക്കുക മാത്രമല്ല, അത് അനുവാചകർക്ക് ആസ്വദിക്കാനായി പ്രദർശനം നടത്തുകയും ചെയ്യുന്നു അദ്ദേഹം. വിദേശങ്ങളിലടക്കം എക്സിബിഷൻ നിരവധി തവണ നടത്തിയിട്ടുണ്ട്. ഈയടുത്ത് ദുബായിലായിരുന്നു എക്സിബിഷൻ. ചിത്രങ്ങൾ ആസ്വദിക്കാൻ ഇന്തോനേഷ്യയിലെ തദ്ദേശവാസികളെയും ഇന്ത്യക്കാരെയും മറ്റു വിദേശികളെയും അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. പെയിന്റിങ്ങിന്റെ ഗന്ധമില്ലാതെ തൻ്റെ ജീവിതം അസാധ്യമാണെന്ന് ജയന്ത് പറയും. അതിനാൽ ലിവിംഗ് റൂമിലടക്കം പെയിന്റിങ്ങുകൾ നിറഞ്ഞിരിക്കുന്നു. വരയോടും വർണ്ണങ്ങളോടും അത്രയേറെ അഭിനിവേശമാണ് ജയന്തിന്. ചിലതൊക്കെ അദ്ദേഹം കമ്പ്യൂട്ടറിലാണ് വരയ്ക്കുന്നത്, പിന്നീട് നിറച്ചാർത്തണിയിക്കും. പെയിന്റിങ്ങിന് പുറമെ നല്ലൊരു ഗായകൻ കൂടിയാണ് ജയന്ത്. പാട്ടും അദ്ദേഹത്തിൻ്റെ പാഷനാണ്. വീട്ടിലെത്തുന്നവർക്ക് നയനമനോഹരമായ വർണ്ണ വിഭവങ്ങൾക്കൊപ്പം കർണാനന്ദകരമായ പാട്ടുകളും ആസ്വദിക്കാം. എത്ര വേണമെങ്കിലും ജയന്ത് പാടിത്തരും. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ പൂർണ്ണമായ കലാഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്. മലയാളികളുമായും കേരളവുമായും ജയന്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ രാജൻ കോബ്രഗോഡെ തലസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. മലയാളവും മഹാരാഷ്ട്രക്കാരനായ ജയന്തിന് അല്പമൊക്കെ വഴങ്ങും. റഷ്യ, കസാഖിസ്ഥാൻ, പാകിസ്ഥാൻ, സ്പെയിൻ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആസിയാൻ ദൗത്യം പൂർത്തിയാക്കി വൈകാതെ അദ്ദേഹം പോളണ്ടിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതല ഏറ്റെടുക്കും. പെയിന്റിംഗ് ജീവിതശൈലിയാക്കിയ, പാട്ട് പാഷനാക്കിയ, ഡിപ്ലോമസി പ്രൊഫഷനാക്കിയ അപൂർവ പ്രതിഭയാണ് ഈ അംബാസഡർ. ഇന്ത്യയുടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ കലാപാരമ്പര്യത്തിൻ്റെ അംബാസഡർ കൂടിയാകുന്നു അദ്ദേഹം. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്.